ബിഗ് ബോസിൻ്റെ 51ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൻ്റെ ഇടപെടൽ ഇപ്രാവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും അവർക്ക് തോന്നിവണ്ണം ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും നടന്നത് വീക്കിലി ടാസ്ക് ആണ്. വീക്കിലി ടാസ്കിൻ്റെ പേര് എന്ന് പറയുന്നത് BB ബോട്ടിൽ ഫാക്ടറി എന്നാണ്. 2 ഓണേഴ്സ് ആണുള്ളത്. ഒന്ന് അനീഷും ഒന്ന് നെവിനും. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചീഫ് ഓഫീസേഴ്സ് ആയിട്ട് അനുമോളും ജിഷിനുമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ വെൻഡേറ്റ വെച്ചിട്ട് എല്ലാവരും ഗെയിമിനെ കുളമാക്കാനാണ് നോക്കിയത് എന്ന് എനിക്ക് തോന്നി. പക്ഷേ 2 പേര് സ്റ്റാൻഡ് ഔട്ട് ആയി നിന്നു. അതെന്ന് പറയുന്നത് അനീഷും അനുമോളുമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഓണർ എന്ന നിലയിൽ നന്നായി എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അനീഷ്. മറുവശത്ത് നെവിൻ നല്ല പരാജയമായിരുന്നു. അനീഷ് ആണെങ്കിൽ ഓണർ എന്ന നിലയിൽ നല്ല രീതിയിൽ ആ ഗെയിമിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടൊക്കെയുണ്ട്. പിന്നെ ക്വാളിറ്റി കൺട്രോളിംഗ് ചീഫ് ഓഫീസേഴ്സിന്റെ കാര്യമാണ്. ജിഷിൻ ഭയങ്കരമായിട്ട് ഡിപ്ലോമാറ്റ് ആയിട്ടാണ് 2 ഓണേഴ്സിനോട് നിന്നതെങ്കിൽ അനുമോൾ നേരെ റിബലായിട്ട് ഭയങ്കരമായിട്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നിന്നു. അത് നന്നായി എന്ന് തന്നെ എനിക്ക് തോന്നി. പുള്ളിക്കാരിൻ്റെ വായി നിറയാതെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി കൺട്രോളിംഗ് ഓഫീസേഴ്സിനെ ഞാൻ ഇനി മുന്നേ കണ്ടിട്ടുണ്ട് എന്ന്. മേ ബി ബിഗ് ബോസിൽ തന്നെ ആയിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജിൻഡോ ചെയ്ത ഓർമ്മയില്ല, എല്ലാം വരുന്നതൊക്കെ റിജക്ട് ചെയ്ത് വിടുന്നത്. അതേ പരിപാടിയാണ് അനുമോൾ എടുത്തത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ഗെയിമാണ്. ഇനി ആവർത്തന വിരസത വരുമോ എന്ന് നമുക്ക് ഇനി കണ്ടറിയാം. അക്ബർ ഫസ്റ്റ് റൗണ്ടിൽ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് ചെറുതായിട്ട് ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒനീലിൻ്റെ ഗെയിമിനെ ചീപ്പ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ 2 ടവലൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോയിന് വേണ്ടിയിട്ടല്ല ഈ ഗെയിം കളിക്കേണ്ടത്. ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അതുവഴി ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചത് അനീഷും അനുമോളാണ്. ഒരു പടി മുന്നിൽ നിന്നത് അനീഷാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാവരും പേഴ്സണൽ വെൻഡേറ്റ വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഗെയിമിനെ നന്നാക്കണമെന്ന് ആർക്കും ഒരു പ്ലാനും ഇല്ല. തമ്മിൽ തല്ലൽ. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. നാളെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി മാറുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.